നാടും നഗരവുമൊക്കെ ഈസ്റ്ററിൻ്റെ ഒരു വലിയ തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പൊതുനിരത്തുകളിലൊക്കെ റോഡുകളിലൊക്കെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇറച്ചിക്കടകളിലൊക്കെ വലിയൊരു തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിക്ക് സമീപം കുരിശുമൂടുള്ളൊരു ഇറച്ചിക്കടയിലാണ്. നമുക്ക് ഇവിടുത്തെ ആളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് തിരക്കൊക്കെ? എങ്ങനെയുണ്ട്? തിരക്ക് നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. രാവിലെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഇനിയിപ്പം ആൾക്കാർക്ക് പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും തിരക്കാവും. എന്താണ് ബീഫിൻ്റെ ഒക്കെ വില എങ്ങനെയാണ്? ബീഫ് നമുക്ക് കന്നുകാലി കിട്ടാനില്ല, പോത്തും അതുപോലെ തന്നെ കിട്ടാനില്ല. പോത്തും ആടും ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ വളർത്ത് കുറഞ്ഞു. എന്നുവെച്ചാൽ ആൾക്കാർക്ക് സമയമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ നോക്കിയാൽ എല്ലാവരും വിദേശത്തൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പോൾ അപ്പനും അമ്മയും പണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ഥലമുണ്ട്. അവരെങ്ങനെയൊക്കെയായാലും 2 ആടും 2 പശുക്കളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആർക്കും മെനക്കെടാൻ സമയമില്ല, ആരുമില്ല. അത് തന്നെയല്ല, ഇതിന് കൊടുക്കുന്ന പിണ്ണാക്കിനൊക്കെ അതിഭയങ്കരമായ വില, അവർക്കത് ഇപ്പം നഷ്ടത്തിലാകും. അപ്പോൾ അതനുസരിച്ച് 100 രൂപ കിട്ടുന്ന മുതൽ അവരുടെ ഇതിൽ വെച്ച് അവർ 1000 രൂപ ചോദിക്കും. അത് അവരുടെയും കുറ്റമല്ല, അത് അവരതുപോലെ മുടക്കുമുതലാകുന്നതാണ്. അവരെയും കുറ്റമല്ല. അപ്പം ഈ 100 രൂപയുടെ മുതൽ നമ്മൾ 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ എന്നാ വിലയ്ക്ക് വിൽക്കും? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വില എങ്ങനെയാണ് ഇന്നത്തെ? 400 രൂപ, വില കൂടിയിട്ടൊന്നുമില്ല. 400 രൂപ. ഈസ്റ്റർ പ്രമാണിച്ച് വില വർധനമൊന്നും ഉണ്ടായിട്ടില്ല? ഒന്നുമില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കാണ്. വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷം, ജാതിമത ഭേദമെന്ന് എല്ലാവരും ആഘോഷിക്കും. പ്രത്യേകിച്ച് ഇറച്ചിയും മീനും എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു വെറൈറ്റി ഒരു സംഭവമാണ്. അത് തന്നെയാണ് ചേട്ടൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാതി ഭേദ മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ഒരു മനസ്സോടുകൂടി ആഘോഷിക്കുന്നൊരു നാട് എന്നൊരു പ്രത്യേകത കൂടി ചങ്ങനാശ്ശേരിക്കുണ്ട്. എന്താണെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ പൊതുനിരത്തുകളിലൊക്കെ റോഡുകളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറച്ചിക്കടകളിലും വലിയൊരു തിരക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കടയിലും ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ ഒരു കൂട്ടം ആളുകൾ, ധാരാളം ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും മാംസം വാങ്ങുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരം മൃഗങ്ങളെ ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കടക്കാരൻ തന്നെ പറയുന്നത്. പോത്തിറച്ചിയും അല്ലെങ്കിൽ അത്തരം പോത്തിനെ ഒന്നും ആരും വളർത്തുന്നില്ല, പന്നിയെ വളർത്തുന്നില്ല. ഇതൊക്കെ കുറഞ്ഞത് കൊണ്ട് ഇതിൻ്റെ ലഭ്യത കുറവുണ്ടായിട്ടുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയാണ് എന്നാണ് ആ കച്ചവടക്കാരൻ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മുൻപ് 400 രൂപയാണ് കിലോയ്ക്ക് വിലയെങ്കിൽ ഇപ്പോഴും അതേ വില തന്നെ തുടരുകയാണ്. ഈ ഈസ്റ്റർ പ്രമാണിച്ച് വിലയിൽ കാര്യമായ വർധനവൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ചങ്ങനാശ്ശേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വലിയ ഒരു തിരക്ക് തന്നെയാണ്. നാടും നഗരവും മുഴുവൻ ആ ഒരു ഈസ്റ്ററിൻ്റെ തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.